Welcome to Chemistry Fundamentals, class number 2. In this class, we shall discuss radical. Radical is a group of atoms of same or different elements combined chemically. ഇപ്പോൾ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ ഒരേ തരത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിൽപ്പെട്ടതോ ആയ ആറ്റങ്ങളുടെ ഒരു കോമ്പിനേഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് റാഡിക്കൽ. ഇവിടെ പ്രത്യേകത, റാഡിക്കൽ ആക്ട്സ് എ സിംഗിൾ യൂണിറ്റ്, ഒരൊറ്റ ഗ്രൂപ്പായിട്ടാണ് പ്രവർത്തിക്കുക, ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുക, ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് അവ പ്രവർത്തിക്കുക. ആൻഡ് റാഡിക്കൽ ക്യാരീസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ്. സോ എ റാഡിക്കൽ carries either positive or negative charge. For example, NH4 plus, it is an example of radical. SO4 2 minus, PO4 3 minus, ഇതൊക്കെ റാഡിക്കൽസ് ആണ്. അപ്പോൾ ഒരു ആറ്റങ്ങൾ ഒരേ തരത്തിൽപ്പെട്ടതാവാം അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിൽപ്പെട്ടതാവാം. അതിൻ്റെ ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് റാഡിക്കൽ. ആ ഗ്രൂപ്പ് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുക. അത് ചിലപ്പോൾ പോസിറ്റീവ് ചാർജ് ആയിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കാം. ഇപ്പോൾ NH4 എന്ന് പറഞ്ഞാൽ അമോണിയം അയോൺ, NH4 പ്ലസ് അമോണിയം അയോൺ. അപ്പോൾ അതിൽ ഒരു നൈട്രജനും 4 ഹൈഡ്രജനുമാണ് ഉള്ളത്. SO4 2 മൈനസ് സൾഫേറ്റ് അയോൺ, PO4 3 മൈനസ് ഫോസ്ഫേറ്റ് അയോൺ. ഇതൊക്കെ റാഡിക്കൽസാണ്. ഓക്കെ, ഇതൊക്കെ ഓരോ ഗ്രൂപ്പായിട്ട്, ഒറ്റ ഗ്രൂപ്പായിട്ടാണ് പ്രവർത്തിക്കുക. അപ്പോൾ NH4 പ്ലസ് എന്നുള്ളത് ഒരു ഗ്രൂപ്പായിട്ടാണ് പ്രവർത്തിക്കുക. ശ്രദ്ധിക്കാനുള്ള മറ്റൊരു പോയിൻ്റ്, ഇപ്പോൾ NH4 പ്ലസ്സിലെ ആ പോസിറ്റീവ് ചാർജ് നൈട്രജനും ഹൈഡ്രജനും ബാധകമാണ്. ആ പോസിറ്റീവ് ചാർജ് ആ ഗ്രൂപ്പിലെ എല്ലാ ആറ്റങ്ങൾക്കും അപ്ലിക്കബിളാണ്. അതാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ പുറത്താണ് പോസിറ്റീവ് ചാർജ് കാണിച്ചിരിക്കുന്നത്. സാധാരണ ഈ രീതിയിൽ തന്നെ കാണിച്ചാൽ മതി, പക്ഷേ അതിൻ്റെ മീനിങ് ഇതാണ്: ദാറ്റ് പോസിറ്റീവ് ചാർജ് ഈസ് അപ്ലിക്കബിൾ ടു ബോത്ത് നൈട്രജൻ ആൻഡ് 4 ഹൈഡ്രജൻ ആറ്റംസ്. അതുപോലെ സൾഫേറ്റ് ആയതുകൊണ്ട് 2 നെഗറ്റീവ് ചാർജ് സൾഫറിനും ഓക്സിജനും അപ്ലിക്കബിളാണ്. ഫോസ്ഫേറ്റിലെ 3 നെഗറ്റീവ് ചാർജ് ഫോസ്ഫറസിനും 4 ഓക്സിജനും അപ്ലിക്കബിളാണ്. ഓക്കെ, അപ്പോൾ ദി ചാർജ് ഓഫ് ദി റാഡിക്കൽ ഈസ് അപ്ലിക്കബിൾ ടു ഓൾ ദി ആറ്റംസ്, റൈറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരേ തരത്തിൽപ്പെട്ട ആറ്റങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിൽപ്പെട്ട ആറ്റങ്ങളുടെ ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് റാഡിക്കൽ. അവ യൂഷ്വലി ദേ ക്യാരീസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ്. ഓക്കെ, നൗ വാലൻസി ഓഫ് റാഡിക്കൽസ്. നമ്മൾ ആറ്റങ്ങളുടെ വാലൻസി, എലമെൻസിൻ്റെ വാലൻസി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. വാലൻസി എന്ന് പറഞ്ഞാൽ കമ്പൈനിങ് കപ്പാസിറ്റിയാണ്. ഇപ്പോൾ എലമെൻസിന് വാലൻസി ഉള്ളതുപോലെ റാഡിക്കൽസിനും വാലൻസി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, വാലൻസി 1 ആയിട്ടുള്ള കുറച്ച് റാഡിക്കൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അമോണിയം വാലൻസി 1, ഹൈഡ്രോണിയം H3O പ്ലസ്, PH4 പ്ലസ്, ഫോസ്ഫോണിയം. ഇതൊക്കെ പോസിറ്റീവ് ചാർജുള്ള വാലൻസി 1 ആയിട്ടുള്ള റാഡിക്കൽസാണ്. OH മൈനസ് ഹൈഡ്രോക്സൈഡ്, NO2 മൈനസ് നൈട്രൈറ്റ്, NO3 മൈനസ് നൈട്രേറ്റ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലെസ്സർ നമ്പർ ഓഫ് ഓക്സിജൻ 8 എന്നാണ് സഫിക്സ് ചെയ്യുക. മോർ നമ്പർ ഓഫ് ഓക്സിജൻ 8 എന്നാണ് സഫിക്സ് ചെയ്യുക. ഇപ്പോൾ 2 ഓക്സിജൻ ആകുമ്പോൾ നൈട്രൈറ്റ്, 3 ഓക്സിജൻ ഉണ്ടാകുമ്പോൾ നൈട്രേറ്റ് എന്നാണ് നമ്മൾ സഫിക്സ് പറയുക. CH3CO മൈനസ് അസറ്റേറ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാലൻസി 1 വാലൻസി ഈസ് 1. So note the difference between nitrite and nitrate. NO2 minus is nitrite, NO3 minus is nitrate, but both have a valency of 1. Again, cyanide, Cn minus, valency 1 ആണ്. CNO, cyanate.
CNS minus, thiocyanate. Usually 8 or ite stands for presence of oxygen. ഇപ്പോൾ ഒരു റാഡിക്കൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഐറ്റ് എന്നോ ഏറ്റ് എന്നോ സഫിക്സ് ചെയ്യും. അത് കുറഞ്ഞ ഓക്സിജൻ ആകുമ്പോൾ ഐറ്റ് എന്നും കൂടുതൽ ഓക്സിജൻ ഉണ്ടാകുമ്പോൾ ഏറ്റും എന്നാണ് സാധാരണ നമ്മൾ പറയാം. അപ്പോൾ സയനേറ്റ്, സോ ദർ ഈസ് ആൻ ഓക്സിജൻ CNO, ദർഫോർ സയനേറ്റ്. നമ്മൾ ഓക്സിജൻ മാറ്റിയിട്ട് സൾഫർ വരുമ്പോൾ it is known as thiocyanate. So thio stands for presence of sulfur. Next, ClO minus, hypochlorite. ClO2 minus, chlorite. ClO3 minus, chlorate. ClO4 minus, perchlorate. So note this group of radicals. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടുമാണ് ബേസിക് ആയിട്ടുള്ളത്, ക്ലോറൈറ്റും ക്ലോറേറ്റും. ഇപ്പോൾ 2 ഓക്സിജൻ ആയതുകൊണ്ട് ഇവിടെ ഐറ്റ്, ക്ലോറൈറ്റ് നമ്മൾ പറയുന്നു. 3 ഓക്സിജൻ ആയതുകൊണ്ട് ക്ലോറേറ്റ് എന്ന് നമ്മൾ പറയുന്നു. ഇനി 2ൽ കുറയുമ്പോൾ ഹൈപ്പോ ചേർക്കും. സോ ClO മൈനസ് ഹൈപ്പോക്ലോറൈറ്റ്. 3ൽ കൂടുമ്പോൾ പെർ ചേർക്കും. സോ പെർക്ലോറൈറ്റ്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ClO മൈനസ് ഹൈപ്പോക്ലോറൈറ്റ്, ClO2 മൈനസ് ക്ലോറൈറ്റ്, ClO3 മൈനസ് ക്ലോറേറ്റ്, ClO4 മൈനസ് പെർക്ലോറൈറ്റ്. അപ്പോൾ ക്ലോറൈറ്റും ക്ലോറേറ്റുമാണ് ബേസിക് ആയിട്ടുള്ളത്. ക്ലോറൈറ്റ് എന്ന് പറഞ്ഞാൽ ClO2 മൈനസ് ആണ്. അതിൽ നിന്നൊരു ഓക്സിജൻ കുറഞ്ഞാൽ ഹൈപ്പോക്ലോറൈറ്റ്. ഓക്കെ. ക്ലോറേറ്റ് എന്ന് പറഞ്ഞാൽ ClO3 മൈനസ് ആണ്. അതിനോട് കൂടി ഒരു ഓക്സിജൻ കൂടി ചേരുമ്പോൾ ClO4 മൈനസ് നമ്മൾ പറയും അതിനെ പെർക്ലോറേറ്റ് എന്ന് പറയും. സിമിലർലി MnO4 മൈനസ് പെർമാംഗനേറ്റ് ആണ് റാഡിക്കലിൻ്റെ പേര്. ഇതിൻ്റെയൊക്കെ വാലൻസി 1 കമ്പൈനിങ് കപ്പാസിറ്റി 1. ഓക്കെ. നൗ റാഡിക്കൽസ് വിത്ത് വാലൻസി 2. Sulfite, SO3 2 minus. Sulfate, SO4 2 minus. So ite and ate stands for presence of oxygen. Lower number of oxygen, sulfite. Higher number of oxygen, sulfate. Okay. Carbonate, CO3 2 minus. Chromate, CrO4 2 minus. Dichromate, Cr2O7 2 minus. Syngate, ZnO2 2 minus. Plumbate, PbO2 2 minus. Silicate, SiO3 2 minus. സിലിക്കേറ്റ് പല തരത്തിലുണ്ട്. നമ്മൾ ഒരു ടൈപ്പ് സിലിക്കേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. SiO3 2 minus. Oxalate, C2O4 2 minus. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാലൻസി 2 ആണ്. റൈറ്റ്. Sulfate, sulfite, carbonate, chromate, dichromate, syngate, plumbate, silicate and oxalate. These radicals have a valency of 2. Now valency 3. Phosphate, PO4 3 minus. Phosphite, PO3 3 minus. Aluminate, AlO3 3 minus. So these radicals have a valency of 3. Right. Phosphate. So note the difference between phosphate and phosphite. And some other radicals. Bicarbonate or hydrogen carbonate. ഇപ്പോൾ കാർബണേറ്റ് നമുക്കറിയാം CO3 2 മൈനസ്. അതിൽ നിന്നൊരു ചാർജ് കുറയ്ക്കുക. അപ്പോൾ CO3 മൈനസായി, എന്നിട്ടൊരു ഹൈഡ്രജൻ ചേർക്കുക, HCO3 minus. So that is called hydrogen carbonate or Bi. So Bi stands for presence of hydrogen. ഇനി അതിൻ്റെ വാലൻസി, കാർബണേറ്റിൻ്റെ വാലൻസി എത്രയാണോ അതിൽ നിന്ന് 1 കുറച്ചാൽ മതി. അപ്പോൾ കാർബണേറ്റിൻ്റെ വാലൻസി 2 ആണ്. സോ ബൈകാർബണേറ്റിൻ്റെ വാലൻസി 1. ഓക്കെ. സിമിലർലി biphosphate or hydrogen phosphate. Phosphate,
HPO4 3- അതിൽ നിന്ന് ഒരു ചാർജ് കുറയ്ക്കുക, ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്യുക. സോ HPO4 2-. ഇനി വാലൻസി കാണാൻ ഫോസ്ഫേറ്റിൻ്റെ 3 ആണ്, അപ്പോൾ ഹൈഡ്രജൻ ഫോസ്ഫേറ്റിൻ്റെ 2 ആയിരിക്കും. ഒരു നമ്പർ കുറവായിരിക്കും, ഒരെണ്ണം കുറവായിരിക്കും വാലൻസി. ബൈഫോസ്ഫൈറ്റ് or hydrogen phosphite. So HPO3 2- and valency is 2. Bisulfate HSO4- and valency is 1. Sulfate SO4 2-. അപ്പോൾ അതിൽ നിന്ന് ഒരു ചാർജ് കുറയ്ക്കുക, SO4-, ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്യുക, HSO4-. വാലൻസി സൾഫേറ്റിൻ്റെ വാലൻസിയേക്കാൾ ഒന്ന് കുറവ്. സോ വാലൻസി ഈസ് 1. സിമിലർലി ബൈസൾഫൈറ്റ് or hydrogen sulfite HSO3-, valency is 1. അപ്പോൾ ഇത്തരം റാഡിക്കൽസിൻ്റെ പേരുകളും അതിൻ്റെ വാലൻസിയും അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനമാണ്. കാരണം നമുക്ക് ഫോർമുല എഴുതാൻ നമുക്ക് ഇതിൻ്റെ വാലൻസി അറിയുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ ഒരു കോമ്പൗണ്ടിൻ്റെ ഫോർമുല എഴുതാം എന്ന് പഠിക്കാം. Okay, thank you.